അപ്പോൾ യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യാണ്. നമ്മളിപ്പോൾ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ സെഷനിലേക്ക് കടന്നിരിക്കുന്നു. 12-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 12 സെഷൻ 17. യേശുക്രിസ്തു പ്രവാചകന്മാരിലും ആലയത്തെക്കാളിലും മാനുഷികമായ ആചാരങ്ങളെക്കാളിലും വലുതാണെന്നുള്ള ഒരു തീമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ യോനയ്ക്ക് കൊടുത്ത അടയാളം, ദ സൈൻ ഓഫ് ജോന, അതും നമ്മൾ ഇന്ന് ഒരുമിച്ച് നോക്കുന്നതായിരിക്കും. നല്ലൊരു ഭാഗമാണ്. പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയത്, പല മീറ്റിങ്ങുകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ 2020 നമ്മൾ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം മുതൽ ജോയിൻ ചെയ്തൊരു അങ്കിളുണ്ട്, പുന്നനങ്കിൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്കിൾ റെഗുലറായിട്ട് വരുമായിരുന്നു. അങ്കിളുടെ സാക്ഷിയൊക്കെ അന്ന് പറഞ്ഞു. അങ്കിളുടെ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ ദൈവം സഹായിച്ചു. ആസ് ഉണർവ് അറ്റ് ഹോം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പ്, അതായത് ഞങ്ങൾ വലിയ വലിയ മീറ്റിങ്ങുകൾ മാത്രമല്ല വീട്ടിലും കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വീടുകളിൽ ഉണർവ് അറ്റ് ഹോമായിട്ട് നടത്താൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം ഓഫ് ഫെലോഷിപ്പ് ആൻഡ് നല്ല ഫുഡ് ആൻഡ് സാക്ഷ്യം കേൾക്കുവാനും പോയ ഞങ്ങൾക്കും അവിടെ ആയിരുന്ന ആളുകൾക്കും വലിയൊരു അനുഗ്രഹമായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയ കൃപ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വരുന്ന നാളുകളിൽ സമയം അനുവദിക്കുന്ന പോലെ ചിലരുടെയൊക്കെ വീടുകളിൽ അവരുടെ സ്നേഹിതർക്ക് വേണ്ടി ഉണർവ് അറ്റ് ഹോം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഡോക്ടർ ജോൺ ആണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഞാൻ കാണുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതെനിക്ക് പോകാൻ സാധിച്ചു. ഉള്ളിൻ്റെ അകത്തൊരു പ്രേരണ ഉണ്ടായിരുന്നു, പുന്നനങ്ങളുടെ വീട്ടിൽ പോകണം. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഇറ്റ് വാസ് എ ടൈം ഓഫ് സ്പിരിച്വൽ റിഫ്രഷ്മെന്റ്. ഈ മെയിൻ സ്ട്രീമിൻ്റെ പുറത്ത് ദർ ഇസ് സോ മച്ച് ഓഫ് ബ്യൂട്ടി. അറിയാമോ, നമ്മുടെ ഈ കൊച്ചു കൂട്ടങ്ങളിലും ദൈവത്തിൻ്റെ മക്കളുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയമൊക്കെ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടൈം. ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് ചൈതന്യം നൽകും. അതുകൊണ്ടാണ് കൂടി വരവുകൾ മുടക്കരുത് എന്ന് എബ്രായ ലേഖനം വീണ്ടും വീണ്ടും ലേഖകൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് നറിഷസ് us. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേർ ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ഈ വർഷം ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ദൈവം അനുവദിക്കുന്നത് പോലെ ചിലരുടെയൊക്കെ വീട്ടിൽ ഉണർവ് അറ്റ് ഹോം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ 12-ാമത്തെ അധ്യായം. 12-ാമത്തെ അധ്യായത്തിൽ പല വിഷയങ്ങളുണ്ടെങ്കിലും ചില വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പോകാം, കാരണം ചില കാര്യങ്ങൾ കുറച്ച് ടൈം എടുത്ത് പറയണം. അപ്പോൾ ആദ്യമുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ, മാത്യു 12 1-8. കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിലൂടെ കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശർ അത് കണ്ടിട്ട്, ഇതാ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, ദാവീദ് തനിക്ക് കൂടെ ഉള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ആലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെ ഉള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബ്ബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബ്ബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതിരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബ്ബത്തിന് കർത്താവാകുന്നു. വളരെ നല്ലൊരു ഭാഗം. ഇവിടെ നമ്മൾ കാണുന്നത്, ശബ്ബത്ത് നാളിൽ ശിഷ്യന്മാരിങ്ങനെ കതിരൊക്കെ പറിച്ച് പയ്യെ ഉരുട്ടി ഉണ്ടല്ലോ, അവർ വായിലിങ്ങനെ കതിരിട്ടു. അപ്പോൾ അന്നത്തെ ആചാരപ്രകാരം, കർത്താവ് പറഞ്ഞ ശബ്ബത്തിൻ്റെ നിയമം അനുസരിച്ചല്ല, അന്നത്തെ ആചാരപ്രകാരം അവർ പല വിധത്തിൽ പാപം ചെയ്തു. ഒന്ന് കതിര് പറിച്ചു, അതായത് ജോലി ചെയ്തു. പിന്നെ ഇത് കുക്കിംഗ് ചെയ്തു, കുക്കിംഗ് അല്ല ഉണ്ടല്ലോ, പ്രിപ്പറേഷൻ ചെയ്തു. പിന്നെ അത് തിന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ലംഘിച്ചു, ശബ്ബത്ത് ലംഘിച്ചു. അപ്പൊ കർത്താവ് അവരോട് പറയാ, നിങ്ങൾ എന്തുവാ ഈ ഇത് പറയുന്നത്? എന്തോ നിങ്ങളുടെ ലോജിക്ക്? യു ഹാവ് എ റിലിജൻ വിത്തൗട്ട് കമ്പാഷൻ. കരുണയില്ലാത്ത ഒരു മതമാണ് നിങ്ങൾക്കുള്ളത്. അത് ചെയ്യരുത്, ഇത് തിന്നരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. ഇതൊക്കെ ദിസ് ഇസ് എ റിലിജൻ വിത്തൗട്ട് കമ്പാഷൻ. എന്നാൽ യേശു കർത്താവ് അതിനെപ്പോഴും എന്ത് പറയുന്നു? ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയല്ല. കർത്താവ് അതിന് വചനത്തിൽ നിന്നൊരു പ്രതികരണം. എന്താണ് വചനത്തിൽ നിന്നുള്ള പ്രതികരണം? 1 ശമൂവേൽ 21 ദാവീദിന് വിശന്നപ്പോൾ എന്ത് ചെയ്തു? കാഴ്ചയപ്പം എടുത്ത് കഴിച്ചു. അപ്പോൾ കർത്താവ് പറയാ, എടാ, ഉസ്സ പെട്ടകത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഉസ്സയെ ദൈവം ശിക്ഷിച്ചു, പാടില്ലായിരുന്നു. എന്നാൽ സെറിമോണിയൽ കാര്യങ്ങളുണ്ട്. അവന് വിശന്നപ്പോൾ മഹാപുരോഹിതൻ മാത്രമേ തൊടാൻ പാടുള്ളൂ, അല്ലേ? കാഴ്ചയപ്പം വേറെ ആരും തൊടാൻ പാടില്ല, മോശയുടെ പ്രമാണം അനുസരിച്ച്. പക്ഷെങ്കിൽ വിശന്നപ്പോൾ കഴിച്ച്. അപ്പോൾ യേശു കർത്താവ് അവരോട് പറയാൻ ആഗ്രഹിച്ചത്, മനുഷ്യന്റെ ആവശ്യം,
ദ റിയൽ നീഡ് ഓഫ് മാൻ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സെറിമോണിയൽ റെഗുലേഷൻ. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ഈ ആചാരങ്ങളും നമ്മുടെ ഈ അനുഷ്ഠാനങ്ങളെക്കാട്ടിലും ഒക്കെ അത് അഴുക്കാണെന്നല്ല, പക്ഷെ അതിലൊക്കെ ഉപരിയുണ്ട്. ദാറ്റ് ഈസ് ദ റിയൽ ട്രൂ നീഡ് ഓഫ് മാൻ. പിന്നെ വേറൊരു കാര്യം കൂടെ കർത്താവ് പറയാണ്. മഹാപുരോഹിതന്മാര് യാഗം കഴിക്കുകയും ഈ ശബ്ബത്ത് നാളിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആ ദിവസം അവർ ചെയ്യുന്ന പ്രവൃത്തി പിന്നെ ഏത് കണക്കിൽ പെടും എന്നാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. ജോലി ചെയ്യാൻ പാടില്ലെന്നല്ലേ, സാധനങ്ങൾ എടുക്കരുതെന്നല്ലേ, ഇത് പൊക്കാൻ പാടില്ലെന്നല്ലേ? അപ്പം പുരോഹിതന്മാർ ഈ സമയത്ത് ചെയ്യുന്നതോ? അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ വലിയ ഭാരങ്ങൾ നിങ്ങൾ മനുഷ്യരുടെ മുകളിൽ എടുത്തു വെക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയാ, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആലയത്തിലും വലിയവനാ. when the person becomes greater than the structure. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? അവർ സ്ട്രക്ചർ ഇസ് ബിഗർ ദാൻ ദ പേഴ്സൺ. നമ്മൾ ഇങ്ങനെയാ ചെയ്യുന്നത്. വേദപുസ്തകം എന്തോ പറയുന്നതെന്നുള്ളതല്ല, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അനേക വർഷങ്ങളായിട്ട് നമ്മുടെ പിതാക്കന്മാർ പോലും ഇങ്ങനെയാ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ആലയത്തെക്കാൾ വലിയവൻ ഒരുവനുണ്ടല്ലോ, അല്ലേ? യേശുക്രിസ്തുവിന്റെ ഹൃദയം എന്തോ? വാട്ട് ഇസ് ഹിസ് ഹാർട്ട്? ആ ഹൃദയത്തിനകത്ത് കർത്താവ് പറയുന്നതാണ്, കരുണയാണ് യാഗത്തിലും വലുത്. മേഴ്സി ഇസ് ഗ്രേറ്റർ ദാൻ സാക്രിഫൈസ്. പ്രിയമുള്ളവരെ, ഈ യാഗം അല്ലെങ്കിൽ ത്യാഗം ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വാക്കുകളാണ്. ഏതാ? ഇറ്റ്സ് ഗുഡ്. കർത്താവിന് വേണ്ടി ഞാൻ ഇന്നത് വിട്ടു. യെസ്, സാക്രിഫൈസ് ഇസ് നീഡഡ്. പക്ഷെങ്കിൽ ശൗലിനോട് കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അനുസരണമാണ് യാഗത്തെക്കാൾ വലുത്. സോ വി ഹാവ് ടു ലുക്ക് അറ്റ് എവ്രിതിങ് ത്രൂ ദ ലെൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ലെൻസിലൂടെ വേണം നമ്മൾ ഇതിനെ എല്ലാം കാണേണ്ടത്. കാരണം അല്ലേ എന്ത് പറ്റുമെന്ന് പറയും, ഇതെല്ലാം ലീഗലിസമായി മാറും. നിയമവാദം, അത് തുടരുത്, ഇത് തിന്നരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറ്റത്തില്ല, ഇവരെന്നെ ഇങ്ങനെ ചെയ്ത്, നമ്മളെല്ലാം ഇങ്ങനെ ആളുകളെ ഞെരുക്കിക്കളയും നമ്മുടെ ഈ ആചാരങ്ങളും നമ്മുടെ ഈ അനുഷ്ഠാനങ്ങളും കൊണ്ട്. അത് മോശമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ കർത്താവിന്റെ ഹൃദയസ്പന്ദനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ യാഗം ശൗല് കഴിക്കുമ്പോൾ കർത്താവ് പറയാ, നിന്റെ ഈ വലിയ യാഗത്തെക്കാട്ടിലും എനിക്ക് ഇമ്പോർട്ടന്റ് അനുസരണമാണ് യാഗത്തിലും വലുത്. അതുപോലെ തന്നെ കരുണയാണ് യാഗത്തിലും വലുത്. മേഴ്സി ഈസ് ഗ്രേറ്റർ ദാൻ സാക്രിഫൈസ്. നിങ്ങൾക്ക് ആ കരുണയില്ല, പക്ഷെ നിങ്ങൾ യാഗത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ മതം എന്ന് പറയുന്നതിന് പെട്ടെന്നൊരു ഡെഫിനിഷൻ തരാൻ ആഗ്രഹിക്കുന്നു. മതം ഈസ് ജീസസ് പ്ലസ് എനിത്തിങ്. യേശുവിന്റെ കൂട്ടത്തിൽ എന്ത് ചേർത്താലും അത് മതം. രക്ഷ എന്ന് പറയുന്നത് എന്തുവാ? ജീസസ് പ്ലസ് നത്തിങ്, അല്ലേ? യേശു ക്രിസ്തുവിന്റെ കൂടെ ഒന്നും ചേർക്കാത്തതാണ് രക്ഷ. മതം എന്ന് പറയുന്നതോ യേശു ക്രിസ്തുവിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർക്കുക. അതായത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള രക്ഷ എന്ന് പറയുന്ന ദാനം, ഇല്ലയോ? എഫേസ്യ ലേഖനം 1, കൃപയാലല്ലോ, ഇറ്റ്സ് ബൈ ഗ്രേസ് ദാറ്റ് യു ഹാവ് ബീൻ സേവ്ഡ്. ഈ ദാനത്തെ കോംപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മതം, അല്ലെ? നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ 10 പടി കയറണം, നിങ്ങൾ മെഴുകുതിരി കത്തിക്കണം, നിങ്ങൾ അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം. ഇതെല്ലാം മതം. രക്ഷ എന്താ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രസം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് പാരലൽ നിങ്ങൾ മനസ്സിലാക്കണം. ശബ്ബത്ത് നാളെന്ന് പറഞ്ഞാൽ ദൈവം പഴയ നിയമത്തിൽ ജനത്തിന് കൊടുത്ത ഒരു നിയമമാണ്. എന്താണ് ശബ്ബത്ത് നാള്? നിങ്ങൾ 6 ദിവസം വേല ചെയ്യുന്നു, 7ാമത്തെ ദിവസം നിങ്ങൾ വേല ചെയ്യരുത്, നിങ്ങൾ ക്രിയകൾ ചെയ്യരുത്, കർമ്മം ചെയ്യരുത്, നിങ്ങൾ വിശ്രമിക്കണം. എന്തിനാ വിശ്രമിക്കേണ്ടത്? അതിനൊരു പൊരുൾ വരുന്നുണ്ട്. എല്ലാ നിഴലിലും, എബ്രായ ലേഖനം ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഫോർ എവറി ഷാഡോ ദർ ഇസ് എ സബ്സ്റ്റൻസ്, ഫോർ എവറി ടൈപ്പ് ദർ ഇസ് എ ട്രൂത്ത്. എല്ലാ നിഴലിനും ഒരു പൊരുളുണ്ട്. അപ്പൊ യേശുക്രിസ്തു എന്ന പൊരുൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തു എന്നുള്ള ശബത്തിലേക്ക് നമ്മൾ ആയിത്തീരുമ്പോൾ പിന്നെ നമ്മുടെ പ്രയത്നം വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും കറ പുരണ്ട തുണി പോലെ ആയെന്ന് പൗലോസ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി? സോ നൗ യു സീ ദ പാരലൽ ബിറ്റ്വീൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ ശബ്ബത്ത് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്രമിക്കണം, യു ഹാവ് ടു റെസ്റ്റ് ഫ്രം യുവർ വർക്ക്സ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്നുള്ള നമ്മുടെ ശബ്ദത്തിൽ എന്താണ്? നമുക്ക് പൂർണ്ണ വിശ്രമം തന്നിരിക്കുകയാണ് കർത്താവ്. അത് ചെയ്തതുകൊണ്ടോ ഇത് ചെയ്തതുകൊണ്ടോ മറ്റേത് ചെയ്തതുകൊണ്ടല്ല ദൈവത്തിലുള്ള നമുക്ക് വിശ്രമം ലഭിക്കുന്നത്. പിന്നെയോ കർത്താവ് നമുക്ക് വേണ്ടി സകലവും ചെയ്തതുകൊണ്ട് അവനിൽ നമുക്ക് വിശ്രമിക്കുവാൻ. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഡു ഇറ്റ്, ഇറ്റ് ഈസ് ഡൺ.
ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ. അതാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പൊരുൾ മനസ്സിലാകാതെ അവരുടെ കണ്ണ് അന്ധമായി പോയത് കൊണ്ട് എന്താ സംഭവിച്ചത്? യേശുക്രിസ്തു ശബത്തിന്റെ നാഥനാണെന്നും ശബത്തിന്റെ കർത്താവാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പിന്നെയും അവർ റൂൾസ് ആൻഡ് റെഗുലേഷനിലേക്ക് പോകുന്നു. ആട്ടെ, രണ്ടാമത്തെ ഭാഗം, ഈ ശബത്ത് നാളിൽ സൗഖ്യമാക്കുവാൻ പാടുണ്ടോ? അവൻ അവിടം വിട്ട് 9 മുതൽ 14 വരെ, 9 to 14, അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവരിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തനൊരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ! ആകയാൽ ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമാക്കി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. അപ്പോൾ യേശു കർത്താവ് ഈ സംഭവം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. ഉടനെ കർത്താവ് അവരുടെ മനസ്സിലുള്ളത് നിരൂപിച്ചു. എന്നിട്ട് ചോദിച്ചു, ശബ്ബത്ത് നാളിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ? അപ്പൊ അവർ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? സൗഖ്യമാക്കട്ടെ എന്നിട്ട് പിടിക്കാം, അല്ലേ? സൗഖ്യമാക്കട്ടെ എന്നിട്ട് പിടിക്കാം. പക്ഷെങ്കിൽ ഇവിടെ കർത്താവ് പറയുക, നിങ്ങൾക്കൊരു ആടുണ്ട്, അത് ശബ്ബത്ത് നാളിൽ കുഴിയിൽ ചാടിയാൽ നിങ്ങൾ അതിനെ രക്ഷിക്കത്തില്ലേ? രക്ഷിക്കും. അപ്പൊ അതിനെക്കാട്ടിൽ എത്രയോ മഹത്വകരമായ അല്ലെങ്കിൽ എത്രയോ വിലയേറിയതാണ് മനുഷ്യ ജീവിതം, അല്ലേ? ശബ്ബത്ത് നാളിൽ എനിക്ക് മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ശബ്ബത്ത് കൊണ്ട് എന്ത് പ്രയോജനം? എന്നിട്ട് കർത്താവ് പറയാ, ഞാൻ ശബ്ബത്തിന്റെ കർത്താവാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി. കർത്താവ് ഈ വരണ്ട കൈയുള്ള മനുഷ്യനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഒരു കാര്യം ചെയ്യ്, കൈ നീട്ടുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലും കർത്താവിന് ഇതിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് ലോകത്തോട് തെളിയിക്കുക. അപ്പൊ ചോദ്യം ഇതാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ചില നിയമങ്ങളും നിയമവാദങ്ങളും മനസ്സിനകത്ത് കയറി കാണിക്കേണ്ട കരുണ കാണിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യാറുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു ചട്ടക്കൂട്ടിനകത്ത് അങ്ങായിപ്പോയി. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് പോരുത്, ഇത് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഈ ചട്ടക്കൂട്ടത്തിനകത്തായി അവസാനം കരുണ കാണിക്കാൻ വിട്ടുപോയവരാണോ നാം? നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം കരുണയാണ് യാഗത്തെക്കാൾ വലുത് എന്ന് കർത്താവ് ഇവിടെ പറയുന്നു. The Lord is the Lord of Sabbath. അപ്പോൾ there is so much of freedom. ഇതിനകത്ത് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ആയിരുന്നേ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ ഫാസ്റ്റ് ചെയ്ത്, എന്നാൽ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് പറയാം, എടാ നിൻ്റെ കൂടെ ഞാൻ കളിക്കാൻ വരാം, ഞാൻ യാത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ, പക്ഷേ എനിക്ക് നടക്കുന്നില്ല, മീറ്റിങ്ങും ജോലിയുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നലെ ഞാനൊരു കാര്യം ചെയ്ത്, ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവൻ്റെ കൂടെ 1 മണിക്കൂർ കളിക്കാൻ പോയി. അപ്പം ഫാസ്റ്റിംഗ് പ്രെയർ 7 മണിക്കാണ് തുടങ്ങുന്നത്, ഞാൻ 5 മണിക്ക് ഇവൻ്റെ കൂടെ കളിക്കാൻ പോയി. അപ്പം ഫാസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. കളിച്ചൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പ് അങ്ങോട്ട്, കളിക്കാൻ പോകാൻ പാടില്ലായിരുന്നു, വേറെ സമയമുണ്ട്. അപ്പം ഞാൻ ഓർത്ത് വേണ്ട, എന്നാൽ പോകണ്ട. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, യു ഹാവ് ഫ്രീഡം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കളിച്ചു കഴിഞ്ഞ് ഞാൻ വന്ന് ശകലം ഒന്ന് കഴിച്ചേച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു കുറ്റബോധമുണ്ട്, അയ്യോ നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഉണ്ടല്ലോ. there is so much of freedom എന്ന് പറഞ്ഞാൽ ഇൻഡിസിപ്ലിൻഡ് ആകണമെന്നല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ശിക്ഷണമില്ലാത്തൊരു ജീവിതശൈലി എന്നല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, A.W. ടോസർ ആണെന്ന് തോന്നുന്നു, ഭക്തനായ ഒരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു വേറൊരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ ഫാസ്റ്റിംഗ് പ്രെയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി എല്ലാവരും കാണുകെ അവിടെ ബാക്കിലിരുന്ന ഒരു ബണ്ണും ഒരു ചായയും കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടി ചെന്ന് ടോസ്റ്ററിനോട് പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമ്പോൾ ഈ പുള്ളി എന്താണ് ബണ്ണും ചായയും? പുള്ളി പറയാ, ഈ ഭക്തന് കർത്താവിലുള്ള സ്വാതന്ത്ര്യം എന്തുവാണെന്നറിയാം. ഹീ നോസ് വാട്ട് ട്രൂ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. പുള്ളി കഴിക്കാൻ വേണ്ടി വന്ന ആളല്ല, പുള്ളി ഫാസ്റ്റ് ചെയ്യാൻ വന്ന. ആ സമയത്ത് പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ വയറ്റിനകത്ത് ഉണ്ടല്ലോ ഇച്ചിരി പ്രയാസമുണ്ട്. ആ സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ അതിനെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്, ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ there is so much of freedom. നമ്മൾ ഈ ചട്ടക്കൂട്ടിനകത്ത് എല്ലാം കൂടെ ആയി നമ്മളെ തന്നെ ബന്ധിക്കരുത്. കാരണം ഇതിലും വലിയവനാണ് ക്രിസ്തു, അല്ലേ? നമ്മുടെ ഈ ആചാരങ്ങളെക്കാളും ആലയത്തെക്കാളും യാഗത്തെക്കാളും വലിയവനാണ് ക്രിസ്തു. അപ്പോൾ ആ സ്നേഹബന്ധത്തിൽ വേണം നാം മുന്നോട്ട് പോകേണ്ടത്. ഇറ്റ് ഈസ് എ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. സോ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചിലരോടൊക്കെ നമ്മൾ കരുണ കാണിക്കേണ്ടപ്പോൾ, അയ്യോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരിക,
ചിന്തിക്കും, ആളുകൾ എന്ത് ചിന്തിക്കും, അതൊന്നും വിഷയമല്ല. കരുണയിൽ നിന്നാണോ, യഥാർത്ഥ കരുണയിൽ നിന്നാണോ അത് ഉത്ഭവിക്കുന്നത്, ദൈവം അതിനകത്ത് കർത്താവാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഓക്കെ, ഇനി ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഞാൻ ഒന്ന് ഓർത്ത് നോക്കിയേ, വരണ്ട കൈയുള്ളവന്റെ പ്രയാസം കർത്താവ് മാറ്റിക്കൊടുത്തു. ആളുകളുടെ പ്രതികരണം എന്നാ? അവനെ ക്രൂശിക്കണം. ഇതാണ് അവരുടെ പ്രതികരണം. ഭൂതഗ്രസ്തനായവനെ സൗഖ്യമാക്കി. ആളുകൾ അവനോട് ചോദിക്കുക, നീ ഞങ്ങളെ ഒന്ന് വിട്ടുപോകാമോ? പ്രിയമുള്ളവരെ, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും, എത്ര കരുണ കാണിച്ചാലും വിശ്വസിക്കേണ്ടിയവനെ വിശ്വസിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്ന ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം നന്മ, അങ്ങനൊന്നുമല്ല. നന്മ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. യേശു അത് അറിഞ്ഞിട്ട് 15-21, 12:15 മുതൽ 21 വരെ, യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. ഒന്ന് ഓർത്ത് നോക്കിയേ, സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവനെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ കുറെ പേർ അവന്റെ പുറയിൽ പോയി. പിന്നെയും കർത്താവ് സൗഖ്യമാക്കി. ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാനായിരുന്നേ പറഞ്ഞേനെ ഇവന്മാർക്കൊന്നും ഗുണം ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. കർത്താവ് പറയുകയും ചെയ്തു, അല്ലേ? കർത്താവ് പറയുകയും ചെയ്തു, നിങ്ങളുടെയൊക്കെ അടുത്ത് നടന്ന അടയാളങ്ങളൊക്കെ സോദോമിലൊക്കെ നടത്തിയിരുന്നെങ്കിൽ എപ്പോഴും എന്നേ അവരൊക്കെ രക്ഷപ്പെട്ടു പോയതെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. എന്നിട്ടും മടുത്തു പോകാതെ നന്മ ചെയ്യുന്ന കർത്താവ്, ഇത് നമുക്ക് നല്ല മോഡലാണേ കേട്ടോ. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്ക് മോഡൽ. ഞാനൊക്കെ ഒന്ന് ചെയ്യും, രണ്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കിൽ വി ഹാവ് ടു ലേൺ ടു ഡു ഗുഡ് എനിവേ. കർത്താവ് നമുക്ക് നല്ലൊരു മോഡലാണ്. തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയാകുന്നു എന്ന് യേശുക്രിസ്തു ഒരു പ്രാവശ്യം കൂടെ പഴയ നിയമം കോട്ട് ചെയ്യുകയാണ്. അവൻ കലഹിക്കത്തില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തെരി കെടുത്ത് കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അപ്പോൾ യേശു കർത്താവ് അവനെക്കുറിച്ച് തന്നെ പറയുക, നിങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞു, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാണ്ട്. പക്ഷെങ്കിൽ കർത്താവ് പറയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇതാണ്. എന്താണ്? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ്. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വെക്കും. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോൺ മീ എന്ന് യേശു കർത്താവ് പറയാണ്. പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങളിലൊരു പ്രത്യേകതയുണ്ട്. എന്താ പറയുന്നത്? ജാതികൾക്ക് അവൻ ന്യായവിധി അറിയിക്കും, പക്ഷെ അവൻ കലഹിക്കത്തില്ലെന്ന്. പറഞ്ഞു മനസ്സിലായോ? കലഹിക്കത്തില്ല. നോ സ്ട്രൈവിങ്, ആബ്സല്യൂട്ട്ലി നോ സ്ട്രൈവിങ്, no shouting. His ministry is marked with gentleness, not with force. അപ്പോൾ ബഹളം വെക്കാനോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, കലഹം ഉണ്ടാക്കത്തില്ല. വളരെ പ്രത്യേക ടൈപ്പിലെ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ, അല്ലേ? ഞാൻ ഈയിടെ നമ്മുടെ ഒരു ഒറീസയിലെ ഒരു പാസ്റ്ററിനെ അവര് ഉപദ്രവിച്ചതൊക്കെ നിങ്ങൾ കണ്ടോ? നിങ്ങളത് കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ ചാണകം തീറ്റിക്കുകയും അവന് ചപ്പലൊക്കെ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായ. അപ്പോൾ ഇതിനൊരു വലിയ രോഷമുണ്ടായി കേരളത്തിൽ. അപ്പൊ കേരളത്തിൽ എല്ലാവരും കൂടെ ചേർന്ന്, നീ കേരളത്തിൽ വാടാ, നിന്നെ കാണിച്ചു തരാം, കേരളത്തിൽ വാ, എന്നിട്ട് അതോ ഇവിടെ വന്നിട്ട് ഇതൊന്ന് പ്രസംഗിക്കും, ഒന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിന് ഒരുപാട് ക്രിസ്ത്യാനികൾ കൈയടിച്ചു. ഏതാ ഈ മലയാളി പ്രതികരിക്ക്. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പം ഈ പ്രയാസത്തിലൂടെ കടന്നുപോയ പാസ്റ്ററിന്റെ പ്രതികരണം ഞാൻ കണ്ടു. പുള്ളി പറഞ്ഞ എന്നാന്നറിയോ? ഇതെല്ലാം ചെയ്തവരെ ഞാനങ്ങ് ക്ഷമിക്കുകയാണ്. ഞാൻ ഓർത്തു, നമ്മുടെ പ്രതികരണത്തെക്കാൾ എത്രയോ 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 മഹത്വകരമായ പ്രതികരണമല്ലയോ അത്? നിയമം, ഞാൻ പറയുന്നത് നീതി വേണ്ടെന്നല്ല ഞാനീ പറയുന്നത്, ജസ്റ്റിസ് വേണ്ടെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവല്ലയോ ആ പാസ്റ്റർ നമ്മളെ കാണിച്ചത്? ഇവിടെ നമ്മൾ രോഷം കൊള്ളുക, നമുക്ക് പറ്റുന്നില്ല, എനിക്കിത് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പം ഇത് പറയരുതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ ആളിനോടൊരു വലിയ സന്തോഷം തോന്നി, അല്ല?
നീ വാടാ കേരളത്തിൽ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു, ഞാനും എൻ്റെ രോമമൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. പക്ഷെ അതാണോ യേശുക്രിസ്തുവിന്റെ പ്രതികരണം? അതല്ല യേശുക്രിസ്തുവിന്റെ പ്രതികരണം. എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയേ. അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ച, അതിൻ്റെ പീഡനം അനുഭവിച്ച മനുഷ്യൻ പറയാ ഞാൻ അങ്ങ് ക്ഷമിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. അതിന്റെ കാരണം എന്നാ? ഇങ്ങനെയാ പറയുന്നത്, കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവനെ എങ്ങും അവന്റെ ശബ്ദം കേൾക്കത്തില്ല. തെരുവിൽ അവന്റെ ശബ്ദം, അവൻ കലഹിക്കത്തില്ല. പക്ഷേ അവന്റെ കരുണ എത്ര വലുതാണെന്നറിയാവോ? പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. ഉടഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല. ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല. അപ്പോൾ ഇതിനകത്ത് കർത്താവിന്റെ കരുണ എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് ഞാൻ, ഒരു പുകയുന്ന തിരിയാണെങ്കിൽ അതങ്ങ് കെടുത്തി കളയാനാണ് ടെൻഡൻസി, അല്ലേ? ചതഞ്ഞ ഓടയാണെങ്കിൽ അതങ്ങ് കളയാനാണ് ടെൻഡൻസി. ഇനി വേണ്ട, എന്തിനാ, കള. എന്നാൽ ചതഞ്ഞതിനെ കളയാതെ, പുകയുന്നത് കെടുത്തി കളയാതെ, അതിനെ റിസ്റ്റോർ ചെയ്യുന്ന കർത്താവിൻ്റെ കരുണയ്ക്കായി നാം സ്തോത്രം ചെയ്യണം. കാരണം ചതഞ്ഞത് ഓടിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കത്തില്ല, അല്ലയോ? പക്ഷെ അതേ കരുണ മറ്റുള്ളവരോട് കാണിക്കാൻ പ്രയാസമാ. അപ്പോൾ യേശു കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ഉള്ളിൽ ഉണ്ടാകണം. കമ്പാഷൻ ഫോർ ദ വീക്ക്, റെസ്റ്റോറേഷൻ നോട്ട് റിജക്ഷൻ. ഈ ഈ എന്തെങ്കിലും പൊട്ടിക്കഴിയുമ്പോൾ എന്നാ കളഞ്ഞേരെ എന്നുള്ള ആറ്റിറ്റ്യൂഡുകാരനാ നമ്മളൊക്കെ, പ്രത്യേകിച്ച് ഞാൻ. ഇനി ഇതൊന്നും ശരിയാകത്തില്ലെന്ന്, ഇനി ഇതൊന്നും നന്നാക്കാൻ പോയിട്ട് കാര്യമില്ല, ഇവനോടൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല, ഇവനെ അങ്ങ് കളഞ്ഞേരെ. അതാണ് പൗലോസ് യോഹന്നാൻ മർക്കോസിനോട് കാണിച്ചതുപോലെ. നിന്നെ ഒന്നും ഇനിയും കൂട്ടിക്കൊണ്ട് നടക്കാൻ ഒരു യൂസും ഇല്ല എന്ന് ആ ഒരു ആത്മാവ് ഇടയ്ക്കിടയ്ക്കൊക്കെ പൊങ്ങി വരാറുണ്ട്. അപ്പൊ കർത്താവ് പറയുന്നത് എന്നാ? ചതഞ്ഞോടെ ഞാൻ ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തില്ല. ദൈവത്തിന്റെ കരുണ, വിനയം, കർത്താവിന്റെ വിനയം എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇനി വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. 22 to 28, 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പുതിയൊരു ഒരു കോൺസെപ്റ്റ്. അനന്തരം ചിലർ കുരുടന്മാരെ കുരുടനും ഊമയുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. അവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, അവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോകുകയില്ലയോ? പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് സ്പഷ്ടം. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്നെ ഇപ്പോൾ പറയുന്നത് ഞാൻ ബേൽസബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. എന്നാൽ ഇതിനകത്തൊരു പ്രമാണം, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എ ഹൗസ് ഡിവൈഡഡ് വിതിൻ ഇറ്റ്സെൽഫ് കനോട്ട് സ്റ്റാൻഡ്. പ്രിയമുള്ളവരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, സകല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രമാണം നമ്മൾ മനസ്സിലാക്കും. എ ഹൗസ് ഡിവൈഡഡ് വിത്തിൻ ഇറ്റ്സെൽഫ് കനോട്ട് സ്റ്റാൻഡ്. എൻ്റെ നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ യാതൊരു കാരണവശാലും ഇതുപോലെ യാതൊന്നും കയറി വരുവാൻ നാം അനുവദിക്കരുത്, ഛിദ്രിക്കുവാൻ നാം അനുവദിക്കരുത്. മക്കൾക്കൊരാഗ്രഹം കാണും, അമ്മയപ്പന്മാർക്കൊരാഗ്രഹം കാണും, ഭർത്താവിനൊരാഗ്രഹം കാണും, ഭാര്യയ്ക്കൊരാഗ്രഹം കാണും. ഇതൊക്കെ സത്യമാണ്. പക്ഷെ യാതൊരു കാരണവശാലും ഛിദ്രിക്കുവാൻ അനുവദിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഐഡിയാസ് ഉണ്ട്. കാരണം ദേ ആർ ഇൻഡിവിജ്വൽസ്. പക്ഷെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഇതിനകത്തെ ഐക്യതയാണ്. കാരണം ഒരു കുടുംബം ഛിദ്രിച്ചു പോയാൽ പിന്നെ ഇതിന്റെ ബലം നഷ്ടപ്പെട്ടു. ഒരു സഭ ഛിദ്രിച്ചു പോയാൽ അതിന്റെ ബലം നഷ്ടപ്പെടും. നമ്മൾ ഇത് ഛിദ്രിക്കുവാൻ അനുവദിക്കരുത്. ശരിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് തമ്മിൽ നമുക്ക് കൈകാര്യം ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട്. നമ്മുടെ ഔട്ട്ലുക്കും പെർസ്പെക്റ്റീവ്സിലും വ്യത്യാസമുണ്ട്. ഇതെല്ലാം സത്യമാണ്. അതെല്ലാം ഇരിക്കുകയെ ഛിദ്രിക്കാൻ അനുവദിക്കരുത്.
അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, രാവിലെ ആരാധനയ്ക്ക് ഒരു മിനിറ്റ്, എൻ്റെ ഈ ആനോട്ടേഷൻ ഞാൻ ഒന്ന് മാറ്റിക്കോട്ടെ, ഒരു ഒറ്റ മിനിറ്റ് നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഒരു ചെറിയൊരു സജഷൻ, എന്താ പറയണ്ടേ, ഞാനൊരു സഹോദരനെ പോലെ എന്നെ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ഫീഡ്ബാക്ക് എടുക്കണം. ആരാധനയ്ക്ക് പോകുമ്പോൾ, ഓക്കെ, ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകുമ്പോൾ ഇന്നത്തെ ഒരു പ്രവണത, ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം, വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം. കർത്താവിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ ഒരു സഭയിലും മക്കള് വേറൊരു സ്ഥലത്ത് ആരാധിക്കാൻ പോകുന്നത് നല്ലൊരു പ്രവണതയല്ല കേട്ടോ. അതിൻ്റെ നിറ്റിഗ്രിറ്റീസ് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു, എങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഛിദ്രിക്കുവാൻ ഇത് മതി. രണ്ടുപേരും ആത്മീയതയുടെ പേരാ പറയുന്നത്, ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഒരു കോമൺ കൺക്ലൂഷന് വന്നിട്ട് ഞായറാഴ്ച ദിവസം രാവിലെ, അപ്പം മക്കൾ ചിലപ്പം പറയും, അപ്പം എനിക്ക് അവിടെ പോകുന്ന ബോറാ. അപ്പനും അമ്മയും പറയും, പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് അവിടെ പറയുന്നത് എന്തോന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കൺക്ലൂഷനിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് പോകണം. അതെൻ്റെ റിക്വസ്റ്റ്. എല്ലാ അവസ്ഥകളിലും ഇത് നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ ഛിദ്രിക്കപ്പെടാതിരിക്കാൻ നാം സൂക്ഷിക്കണം. അതിനൊരു നല്ല സ്റ്റെപ്പ് ഞാൻ പറയുകയാണ്. ഞായറാഴ്ച ദിവസം രാവിലെ പോകുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആലയത്തിൽ പോകണം. ദാറ്റ് ഈസ് ഹൗ ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ്. കാരണം അവിടെ ഒരുപാട് ഐക്യതയുണ്ട് കേട്ടോ. എന്നാൽ ഇന്ന് നമുക്ക് ഭയങ്കര വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ. അത് നമുക്ക് വരരുത്. അപ്പോൾ അതൊരു ലെസനാണ്. അതുകൊണ്ട് വി ഹാവ് ടു ഗാർഡ് യൂണിറ്റി. മനസ്സിലായോ? ഛിദ്രിക്കപ്പെടുവാൻ നാം അനുവദിച്ചുകൂടാ. 2, ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ ബേൽസബൂബിനെ കൊണ്ടാണ് എന്താ പറയേണ്ടത്, ഭൂതങ്ങളെ പുറത്താക്കുന്നതാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ കർത്താവ് 29 മുതൽ 32 വരെ വേറൊരു പ്രമാണം പഠിപ്പിക്കുന്നു. ഒന്ന്, നമ്മൾ ഛിദ്രിക്കപ്പെടാൻ നാം അനുവദിക്കരുത് കേട്ടോ. ഡിസ്യൂണിറ്റി അമംഗ് ഹോംസ്, ഡിസ്യൂണിറ്റി അമംഗ് ചർച്ചസ് ഷുഡ് നോട്ട് ബി എൻകറേജ്ഡ്. അത് ഏത് വിധത്തിലും അത് കാത്തു സൂക്ഷിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചിന്തകളിൽ പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും നാം ഛിദ്രിക്കപ്പെടുവാൻ അനുവദിക്കരുത്. രണ്ടാമതൊരു പ്രിൻസിപ്പിൾ പറയുന്നു, 29 മുതൽ 32 വരെയുള്ള വാക്യം. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും പുത്രൻ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിനും അവനോട് ക്ഷമിക്കത്തില്ല. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഈ ബലവാനെ പിടിച്ചു കിട്ടുന്ന കാര്യം. 2, ആത്മാവിനോട് നാം പാപം ചെയ്യുന്നത്. 2 തീംസ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് തീം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ യൂണിറ്റ് ഛിദ്രിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അവിടെ ഒരു പ്രിൻസിപ്പിളുണ്ട്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇവിടെ പറയുന്നത്, ബലവാനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളയാൻ സാധിക്കത്തില്ല. വി ഹാവ് ടു ബൈൻഡ് ദ സ്ട്രോങ് മാൻ. അപ്പൊ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഈ കോണ്ടെക്സ്റ്റിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ ബേൽസബൂബിന്റെ ശക്തിയാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബലവാനായ പിശാചിനേക്കാൾ ബലവാനാണ് ഞാൻ. അതുകൊണ്ട് ആ ബലവാനെ പിടിച്ചു കിട്ടുവാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ഈ ബലവാനെ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു കെട്ടണമെങ്കിൽ ഈ ബലവാന്റെ കോപ്പൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. പിശാചിന്റെ ആക്രമണം, പിശാചിന്റെ ഇതുണ്ട്, പിശാചിന്റെ കോപ്പ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ യാതൊന്നൊരു അധികാരവുമില്ല. ഈ പിശാചിന് നമ്മുടെ മേൽ ആക്സസ് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് പ്രിൻസിപ്പിൾ. അപ്പോ നമ്മൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ ചിലരാണെങ്കിൽ എന്നാ പല പരിപാടികളുടെ പുറകിൽ പോകും. ഞാനതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവന്റെ കോപ്പൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല.
ഈ പാടില്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവന് നാം ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിന്റെ പ്രഭുവിന് പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ചെയ്യാനൊക്കും. പക്ഷെ നമ്മുടെ മേൽ ഞാൻ പറഞ്ഞല്ലേ, ഈ യോബിന്റെ കാര്യം പറഞ്ഞ പോലെ രോമത്തെ തൊടാൻ അനുവാദം വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. അപ്പൊ നമ്മൾ വളരെ സേഫാ. പക്ഷെങ്കിൽ അവന്റെ കോപ്പ് നമ്മുടെ കയ്യിൽ പാടില്ല. അവന്റെ കോപ്പ് നമ്മുടെ കയ്യിൽ പാടില്ലെങ്കിൽ, അതായത് ഉദാഹരണം, വിദ്വേഷം, കയ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന് നമ്മുടെ മേൽ പിടിയുണ്ടാവും. കാരണം അവിടെ കിടക്കുക അവൻ്റെ ഒരു കോപ്പ്, അതിങ്ങനെ അവൻ കയറി പിടിക്കും. മനസ്സിലായോ? കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, ചില കാര്യത്തിൽ വിടുതൽ നൽകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നിന്നെ നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പക്ഷെ കയ്യിൽ ഒരു ചെറിയ കോപ്പുണ്ട്, അത് അവന്റെ കോപ്പാ. ആ കോപ്പ് എൻ്റെ കയ്യിലുള്ള കാലത്തോളം ബലവാൻ എൻ്റെ മേലൊരു പിടി കൊടുത്തിരിക്കുക. പക്ഷെങ്കിൽ അതില്ലെന്ന് വിചാരിച്ചോ, തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, എന്താണ് കർത്താവ് പറഞ്ഞത്? ഞാൻ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? അപ്പൊ അവന്റെ പിടിയിലുള്ള സാധനം കവർന്ന് കളയാൻ എനിക്ക് പറ്റും. അതിന്റെ കാരണം അവൻ എൻ്റെ മേൽ ആധിപത്യമില്ല, എനിക്കും അവനും തമ്മിൽ സംബന്ധമില്ല. അതുകൊണ്ട് എനിക്ക് അവനെ പിടിച്ചു കെട്ടുവാൻ കഴിയും. ഇത് തന്നെയാ വിശ്വാസിയുടെ ജീവിതത്തിലുള്ള പ്രമാണം. അവന്റെ ഐറ്റം ഒന്നും നമ്മുടെ കയ്യിലില്ലേ, അവൻ നമ്മുടെ കയ്യിൽ നിന്ന് കവർന്ന് കൊണ്ടുപോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. സന്തോഷം അവൻ കൊണ്ടുപോയിട്ടുണ്ടോ? തിരിച്ചു പിടിക്കാം. പക്ഷെ അവന്റെ സാധനം ഒന്നും കൈ കാണരുത്. മനസ്സിലായോ? ജീവിതത്തിന്റെ അഭിവൃദ്ധി, അബണ്ടൻസ് ഓഫ് ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷെങ്കിൽ ഈ ബലവാനെ പിടിച്ചു കിട്ടണമെങ്കിൽ ബലവാന്റെ സാധനം ഒന്നും നമ്മുടെ വീട്ടിൽ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില ആളുകളുടെ ഇടയ്ക്ക് നമുക്ക് ചെന്ന് സ്വാധീനമില്ലാത്തതിന്റെ കാരണം നമ്മുടെ ചില ഐറ്റംസ് അവന്റെ കയ്യിലുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് രണ്ടെണ്ണം നമുക്കൊന്ന് പറയണമെന്നുണ്ട്, ശക്തമായിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ പറയാനൊക്കത്തില്ല, കാരണം അവന്റെ ചില ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ചില ആളുകളുടെ മുമ്പിൽ നമുക്ക് പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? അതിന്റെ കാരണം എന്നാ? അവരുടെ രണ്ട് കാര്യം നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിനെ മുഖത്ത് നോക്കി നീയാണ് അവൻ എന്നൊക്കെ പറയണമെങ്കിൽ അകത്ത് വേറൊരു ഐറ്റം പറ്റത്തില്ല. അതാണ് അതിനകത്തെ കാര്യം. അപ്പൊ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിജയകരമായി ജീവിക്കണമെങ്കിൽ, ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ ബലവാന്റെ സാധനം ഒന്നും കൈ പാടില്ല. അപ്പൊ പ്രിയമുള്ളവർ, ഇത് ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്, അഭിവൃദ്ധി നൽകിയിരിക്കുകയാണ്, അബണ്ടൻസ് ഓഫ് ലൈഫ് കർത്താവ് തന്നിരിക്കുകയാണ്. പക്ഷെങ്കിൽ ബലവാൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അതിനെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറി പിടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ, കർത്താവിനെ സ്നേഹിക്കുന്നതാണല്ലോ, ഞാൻ ബൈബിൾ സ്റ്റഡിക്ക് പോകുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് കർത്താവ് ഈ മേഖലയിൽ? അതിന്റെ കാരണം ചില ഐറ്റംസ് ഇപ്പോഴും ബലവാന്റെ സാധനങ്ങൾ കയ്യിലിരിക്കുക. അപ്പൊ ഈ ബലവാനെ 4 പേരെ വിളിച്ചിട്ട് ഞാൻ അവനെ ഭത്സിക്കുന്നു ഇവനെ ഭത്സിക്കുന്നു ഒന്നും പറയേണ്ട കാര്യമില്ല. അവന്റെ കോപ്പ് എടുത്ത് പുറത്തങ്ങ് കളഞ്ഞാൽ മതി. പിന്നെ ഇവന് നമ്മുടെ മേൽ ഒരു പിടിയും കാണത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് കവർന്ന സാധനങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മുടെ സന്തോഷം, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ പ്രാഗൽഭ്യം, നമ്മുടെ സാക്ഷ്യം എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അപ്പൊ അതൊരു ലെസൺ. രണ്ടാമത്തെ ലെസൺ ഇവിടെ പറയുന്നു, ഈ മനുഷ്യപുത്രനോട് നിങ്ങൾ പാപം ചെയ്താലും ക്ഷമിക്കും, പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്താൽ ക്ഷമിക്കത്തില്ല. ഇതേതാ ഈ ക്ഷമിക്കാൻ പറ്റാത്ത പാപം? ദി അൺപാർഡനബിൾ സിൻ. കർത്താവ് ഏത് പാപവും ക്ഷമിക്കും. എൻ്റെ ജീവിതത്തിൽ കൊലപാതകം മുതൽ വ്യഭിചാരം വരെ, കളവ്, ദ്രവ്യാഗ്രഹം, സകലതും ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കത്തില്ല. അതെന്തോ ഈ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം? അതൊന്നു മാത്രമേ ഉള്ളൂ. എന്താണ് ഈ അൺപാർഡനബിൾ സിൻ? പരിശുദ്ധാത്മാവാണ് യേശു കർത്താവിനെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യേശു കർത്താവിനെ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ അതിനോട് വേണ്ട എന്ന് വെച്ചാൽ, ഇത് തന്നെയാണ് പരീശന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരതിനോട് മറുതലിച്ചു. വേണ്ട, അവനെ ക്രൂശിക്കുക, അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ പുറത്തു കള, നീ ഞങ്ങളെ വിട്ടുപോകുക. അപ്പോൾ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത പാപമാണ് അൺഫോർഗിവബിൾ സിൻ. കാരണം ബാക്കി എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി ക്രിസ്തു മരിച്ചു. പക്ഷെ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനെന്നെ രക്ഷിക്കുവാൻ സാധിക്കും? ഒന്നിനും എന്നെ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ നേരെ പറഞ്ഞാലോ
ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാട്ട് ഈസ് ദി അൺപാർഡനബിൾ സിൻ? ഇപ്പൊ ചിലർ പറയും നമ്മൾ ഈ ദൂഷ്യം പറയുന്നത്, ദൈവത്തോട് ദൂഷ്യം പറയും. അങ്ങനെ ദൂഷ്യം പറഞ്ഞവനല്ലേ ശൗല്? അവനെ കർത്താവ് വിടുവിച്ചില്ലേ? ഇല്ലേ? ഞാൻ ദൂഷകനും പാപിയും, പാപികളിൽ പ്രധാനിയുമായിരുന്ന എന്നെ അവന്റെ കരുണയാൽ അവൻ രക്ഷിച്ചു എന്നാ ശൗല് പറയുന്നത്. അപ്പോൾ കർത്താവിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവും ഇല്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയാണ്ട് ഇതാണ് മശിഹ, ഇവനെ വന്ദിച്ചോണം, എന്റെ ജീവിതം സമർപ്പിച്ചോണം എന്ന് പറയുന്നതിനോട് ഞാൻ പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ പാപത്തിന് പ്രായശ്ചിത്തം വേറെ ഒന്നുമില്ല. അതാണ് അൺപാർഡനബിൾ സിൻ. കേട്ടോ, ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ യേശു കർത്താവ് പരീക്ഷന്മാരുടെ അടുത്ത ഒരു കാര്യം എക്സ്പോസ് ചെയ്യാണ്. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെപ്പീൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്ധികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്നത് ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കർത്താവ് പറയാണ്, എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. ഇപ്പൊ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. വൃക്ഷം നല്ലതാണോ എന്നുള്ള ഒന്ന് ഫലം നോക്കിയാൽ മതി. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും, എത്ര വലിയ എന്നാ പറയണ്ടേ ദൈവത്തിന്റെ ദാസനാണെങ്കിലും ഒന്ന് ഒബ്സർവ് ചെയ്യണം. 1 വർഷം, 2 വർഷം, 3 വർഷം എന്ത് ഫലമാ പുറത്ത് വരുന്നതെന്നൊന്ന് സൂക്ഷിച്ച് നോക്കണം. ഭയങ്കര പ്രസംഗമാ, പക്ഷെങ്കിൽ പുറത്ത് വരുന്ന ഫലം എന്താണെന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അറിയാം ഈ വൃക്ഷം നല്ലതാണോ അല്ലയോ. അത് നമ്മൾ എപ്പോഴും മനസ്സിലായി. ട്രീ ഈസ് ഓൾവേസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം കർത്താവ് തന്നെ പറയാണ്, നിന്റെ കൃപാവരങ്ങളല്ല നീ ഏതാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്, നിന്റെ ഫലം. അപ്പോൾ വരമല്ല, ഫലമാണ് തീരുമാനിക്കുന്നത് വൃക്ഷം നല്ലതാണോ അല്ലയോ. പലർക്കും വരങ്ങളുണ്ട്, പല വിധത്തിലെ വരങ്ങളുണ്ട്, നല്ല വരങ്ങളുണ്ട്, കൃപാവരങ്ങൾ. ആളുകൾ നോക്കുമ്പോൾ എന്തോ ഒരു കൃപാവരമാണെന്ന് പറയാൻ സാധ്യതയുണ്ട്, നല്ലതാ. പക്ഷെങ്കിൽ ഈ വൃക്ഷം നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന വരമല്ല, പക്ഷെങ്കിൽ ഫലമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും ആളുകൾ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഫലം എന്തോ കാണുന്നത്, എന്തോ വാട്ട് ഫ്രൂട്ട് ഡു ദേ സീ. എന്നിട്ട് കർത്താവിനെ പറയാം, ഔട്ട് ഓഫ് ദി അബണ്ടൻസ് ഓഫ് ദ ഹാർട്ട് ദ മൗത്ത് സ്പീക്കേഴ്സ്. അല്ലേ, ഇതിനകത്ത് കിടക്കുന്ന സാധനമാണ് പുറത്ത് വരുന്നത്. ചിലരുടെ കൂടെ കുറച്ച് നാൾ നമ്മൾ നിൽക്കുമ്പോൾ അറിയാം ഈ അകത്ത് എന്തോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇപ്പോൾ ഒരു സ്പോഞ്ച് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്ന് വിചാരിച്ചോ, സ്പോഞ്ച് നിറഞ്ഞു നിൽക്കുക. ഈ സ്പോഞ്ച് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിനകത്ത് നാരങ്ങാ വെള്ളമാണോ സോപ്പ് വെള്ളമാണോ വിനാഗിരി ആണോ എന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് പിഴിഞ്ഞാൽ മതി, അല്ലേ? പിഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത് പിഴിയുന്നവരെ അകത്തുള്ളത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ന് പറയുന്ന പോലെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞെരുക്കത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം അകത്തെന്താ ഉള്ളതെന്ന്. അതാ കർത്താവ് പറയുന്നത്. എന്താ കർത്താവ് പറയുന്നത്? ഇതിനാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. കാരണം എന്താ? ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ തീയത് പറയുന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന സാധനം എൻ്റെ അകത്ത് കിടക്കുന്ന നിക്ഷേപത്തിൽ നിന്നാണ്. ഔട്ട് ഓഫ് ദി അബണ്ടൻസ് ഓഫ് മൈ ഹാർട്ട് ദ മൗത്ത് സ്പീക്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ ആവശ്യമില്ലാതെ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് കർത്താവ് പറയുമ്പോൾ വിശ്വാസി ഓർത്തോണം, ഈ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിച്ചവരാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവന് യാതൊരു ശിക്ഷാവിധിയുമില്ല. ദർ ഇസ് നോ കോണ്ടംനേഷൻ. കേട്ടോ, നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞു, ഇത് ശിക്ഷാവിധി ഇല്ല. കാരണം എന്നാ? കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചത് കൊണ്ടും ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പൂർണ്ണനായിട്ടാണ് നിൽക്കുന്നത്. 99% അല്ല, പൂർണ്ണനായിട്ട് നിൽക്കുക. അതാണ് രക്ഷയുടെ വലിയ സുവിശേഷം. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം
ദൈവസന്നിധിയിൽ എനിക്ക് ശിക്ഷാവിധി ഇല്ലെങ്കിലും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. എന്താണ് ഈ കണക്ക് ബോധിപ്പിക്കേണ്ട അവസരം? ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറയേണ്ടി വരരുത്, കർത്താവെ ഇതൊക്കെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യം, അത് കാരണം എനിക്ക് ശിക്ഷാവിധിയൊന്നുമില്ല. ദർ ഇസ് നോ എന്താ പറയണ്ടേ, ന്യായവിധി, കോണ്ടംനേഷൻ ഒന്നുമില്ല. കാരണം കർത്താവ് എന്നെ രക്ഷിച്ചു. പക്ഷെ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ, പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ ചെയ്തിട്ടുള്ള ദോഷമുണ്ടല്ലോ, അയ്യോ, ചിന്തിക്കാൻ പറ്റത്തില്ല. ആവശ്യമില്ലാതെ ആ കൂട്ടത്തിൽ നിന്നപ്പോൾ നമ്മൾ പറഞ്ഞ 2 വാക്ക്, ഒരുത്തനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ 2 വാക്ക്, ആളുകളുടെ മുമ്പ് എന്തുമാത്രം ദോഷം ചെയ്തിട്ടുണ്ടെന്നറിയോ? ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഏറ്റവും ദോഷം ചെയ്തിട്ടുള്ളത് ആളുകൾ അവിടെ ഇവിടെയും പറയുന്ന വാക്കുകളാണ്. അല്ലാതെ എന്നാ വടക്കേ ഇന്ത്യയിൽ ചർച്ചിനകത്ത് ആളുകൾ വടിവാളുമായിട്ട് വന്ന് അതൊന്നും അല്ല വിഷയം. ഇവിടെ നിന്ന് കുറച്ച് പരദൂഷണം, അങ്ങോട്ട് ചെന്ന് 4 ആളുകളുടെ മുമ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്ന് പറയും, ഇവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി. എൻ്റെ പ്രിയമുള്ളവർ, ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് അൺഇമാജിനബിൾ. ഇന്നും ഞാൻ ഏറ്റവും ഫൈറ്റ് ചെയ്യുന്ന കാര്യം ആളുകളുടെ വാക്കുകൾ കൊണ്ട് ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന വിപത്തുകൾ. എന്തുമാത്രം പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അങ്ങ് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ, കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്നെങ്കിൽ എത്രയോ 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 ബ്യൂട്ടിഫുൾ ആയിരുന്നതെന്നറിയോ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വൃക്ഷത്താൽ അറിയാൻ ഫലം. അതാണ് ഇതാണ് മറ്റേതാണ്, വലിയ കാര്യങ്ങളൊക്കെ പറയാനും വചനം പറയാനും ഒക്കെ ഭയങ്കര മിടുക്കായിരിക്കും. ബട്ട് അറ്റ് ദി എൻഡ് നിന്റെ ഫലം കൊണ്ടറിയാം. 3 പേര് കൂടി നിൽക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് വരുന്ന എന്താണെന്നുള്ളത് വരുമ്പോൾ അറിയാം നീ എന്താണ് ഐറ്റം. സോ ബൈ യുവർ ഫ്രൂട്ട് യു വിൽ നോ വാട്ട് യു മീൻ. ഇനി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, യേശു കർത്താവ് പെട്ടെന്ന് അവർ ചോദിക്കുക, ഞങ്ങൾക്കൊരു ചിഹ്നം വേണമെന്ന്. 38-42. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയ. ഇവിടെ വലിയ കുറച്ച് കാര്യങ്ങൾ, നല്ലൊരു ഭാഗം. ഈ ഭാഗമാണ് മെയിൻ തീം ഇന്ന്. അതിനുവേണ്ടി ഇത്രയും പറയേണ്ടി വന്നത്. ഇതിനകത്തെ മെയിൻ തീം എന്താണെന്ന് അറിയാമോ? യോനയ്ക്കുള്ള അടയാളം. അപ്പോൾ പെട്ടെന്ന് ജനം വന്ന് ചോദിക്കുക, ഈ വിശ്വസിക്കാത്ത ഈ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരും കർത്താവിനെ ഏതെങ്കിലും അവസരത്തിൽ ക്രൂശിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുന്നവർ ഓടി വന്നിട്ട് പറയാം, ഞങ്ങൾക്ക് അടയാളം വേണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അടയാളം കണ്ട ഒരു തലമുറ വേറെ ഉണ്ടോ? സകലവിധ അടയാളങ്ങളും കണ്ടു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇതെല്ലാം കണ്ടേച്ച് പറയാം ഞങ്ങൾക്കൊരു പ്രിയമുള്ളവർ, ഇന്നും ഇങ്ങനെ ചോദിക്കുന്ന ആളുകളെ കണ്ടുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അടയാളം വേണം. അപ്പോൾ അവസാനം കർത്താവ് പറയാ, നിങ്ങൾ ഈ അടയാളം ചോദിക്കുന്ന ആരാ? അടയാളം ചോദിക്കുന്നത്? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നെന്ന്. അപ്പൊ ഈ അടയാളത്തിന്റെ പുറകിൽ പോകുന്നവരാരാ? ഞങ്ങൾക്ക് അടയാളം വേണം, അടയാളം വേണം, അടയാളം വേണമെന്ന് പറഞ്ഞ് ഇതിന്റെ പുറകിൽ, ഈ പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പുറകിൽ പോകുന്ന ജനം ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. ചുരുക്കത്തിൽ പറഞ്ഞ നമ്മുടെ തലമുറ ഇതൊക്കെ തന്നെയാണ്. എവിടെ അടയാളം ഉണ്ടോ അതിന്റെ പുറകിൽ പോകും. അവിടുത്തെ അടയാളങ്ങളൊക്കെ നിൽക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് പോകും. അടയാളങ്ങളുടെ പുറകിലുള്ള ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. അങ്ങനെയുള്ള തലമുറയോട് കർത്താവ് പറയാ, നിങ്ങൾക്ക് യാതൊരു അടയാളത്തിന്റെ ആവശ്യമില്ല, ഒറ്റ അടയാളം മതി. എന്താണെന്നറിയോ? യോനയുടെ അടയാളം. എന്താണ് യോനയുടെ അടയാളം? കർത്താവ് പറയാണ്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നതുപോലെ തന്നെ മനുഷ്യപുത്രനും കിടക്കും. കർത്താവ് തന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് 3 days, വെരി ക്ലിയർ. ഈ 3 ദിവസം എന്ന് പറയുന്നത് 7 ദിവസമായി കഴിഞ്ഞാൽ അടയാളം പോയി, അല്ലേ?
ഈ 3 ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം ആയി കഴിഞ്ഞാൽ അടയാളം പോയി. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആലയത്തെ നശിപ്പിക്ക്, 3 ദിവസത്തിനുള്ളിൽ ഞാൻ അതിനെ പണിയുമെന്ന്. വളരെ വ്യക്തമായി. സോ ക്ലിയർ, എന്താ പറയണ്ടേ, മിറക്കൾ അവരുടെ മുമ്പിൽ സംഭവിക്കാൻ പോണ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് യേശു കർത്താവ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ഇവർ വിശ്വസിച്ചോ? എന്നിട്ടും വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് വേറെ അടയാളം തരത്തില്ല. നിങ്ങൾ വക്രതയുള്ള ഒരു തലമുറയാണ്. ഇന്നും പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറയട്ടെ, അടയാളം തിരയുന്നവരുടെ മുമ്പിൽ ഒരേ അടയാളം മതി. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു. ഈ അടയാളം മാത്രം മതി. ഇത് ചരിത്ര സംഭവമാണ്. ഇതൊന്ന് ശരിക്കും പഠിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേറൊരു അടയാളത്തിന്റെ ആവശ്യമില്ല. There is no more sign and wonder that is needed above the death, burial and resurrection of the Lord Jesus. മനസ്സിലായോ? എന്നിട്ട് കർത്താവ് പറയാ, യോന ഇതിനോട് മടി പിടിച്ചെന്ന് പറഞ്ഞാൽ, നിനവയിലോട്ട് പോയി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റിലോട്ട് പോയ ആളാണ് യോന. അല്ലെ, നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവനോട് ഞാൻ പ്രസംഗിക്കത്തില്ല. അവസാനം കർത്താവ് പറഞ്ഞത്, ഈ പ്രസംഗിച്ചാൽ മതിയാവൂ, എല്ലാം കൊണ്ടുവന്ന് തിരിച്ച് ഇവരെ കൊണ്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത്? യോന പ്രസംഗിച്ചു, രാജാവ് മുതൽ മാനസാന്തരപ്പെട്ടു. അവർ രട്ടെടുത്തു, ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു. ഭയങ്കര ഉണർവ് സംഭവിച്ചപ്പോൾ യോന അവിടെ ഒരു മൂലയിൽ മാറി നിന്ന് കർത്താവിനോട് വഴക്കിട്ടുകൊണ്ടിരിക്കുക. കാരണം യോന ഇവർ മാനസാന്തരപ്പെടരുത് എന്ന് ആഗ്രഹിച്ചു. യോനയുടെ ഒറ്റ പ്രസംഗത്തിൽ ഇവർ മാനസാന്തരപ്പെട്ടു. കർത്താവ് പറയാ, യോനയിലും വലിയവൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. ഒന്ന് ഓർത്ത് നോക്കിയേ, അന്ന് നിനവേക്കാര് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ കുറ്റം വിധിക്കും. നിനവേക്കാർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു പ്രസംഗത്തിന്റെ മുമ്പിൽ അവരുടെ അധർമ്മമായ ജീവിതം, വഴിവിട്ട ജീവിതം, അവരെ അത് അനുദപിച്ച് രട്ടെടുത്ത് രാജാവ് മുതൽ ദൈവസന്നിധിയിൽ അനുദപിച്ചു. കർത്താവ് പറയാ, ഈ യോനയിലും വലിയവനായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ നിനവേയിൽ ചെന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ? എന്നിട്ട് പറയാണ്, എന്തുവാ, ശേബാ രാജ്ഞിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ശലോമോന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി എത്രയോ ദൂരം സഞ്ചരിച്ചു വന്നു. ഭൂമിയുടെ അറ്റത്ത് നിന്ന് വന്നു. ദാ ഇവിടെ ശലോമോനിൽ വലിയവൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് നിനവേക്കാരും ശേബാ രാജ്ഞിയും അന്ന് എഴുന്നേറ്റ് നിങ്ങളെ കുറ്റം വിധിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് ന്യായ ദിവസത്തിലുണ്ടല്ലോ, ഫൈനൽ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, ഒരൊറ്റ മനുഷ്യന്റെ വാ തുറക്കത്തില്ല. ഒറ്റ മനുഷ്യന്റെ, അയ്യോ കർത്താവ് ഇത് ചെയ്തില്ല, അതില്ലായിരുന്നു, ഇത് പറ്റാഞ്ഞതായി, ഒരൊറ്റ എക്സ്ക്യൂസ് ഒരുത്തനും കാണത്തില്ല. അല്ലേ? ആരാണ്ട് പറഞ്ഞത്, ന്യായ ദിവസത്തിലെ കർത്താവ് ബൈബിള് വായിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും എഴുന്നേറ്റ് എന്ന് പറയും, ഇത്രയും സമയം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചിലവഴിക്ക്, യൂട്യൂബിലും, അതുകൊണ്ട് ആരും ഒന്നും മിണ്ടണ്ട. അവര് പോലും എഴുന്നേറ്റ് നിന്ന് പറയും, നമ്മുടെ കാലത്തിലെ ആളുകൾ, തലമുറയോടാ കേട്ടോ. കർത്താവ് സമയമില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ചാടി വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എഴുന്നേറ്റ് പറയും, ഇത്രയായിരുന്നു ഇവരുടെ വീക്ക്ലി ടൈം. സാക്ഷ്യം നിൽക്കും. അതുകൊണ്ടാ ഈ വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ, അന്ത്യ ദിവസത്തിൽ കർത്താവിനോട് എതിർത്ത് നിന്നവര് പോലും അവർക്ക് വകുപ്പ് പറയാൻ ഒന്നും കാണത്തില്ല. കാരണം സകല സാക്ഷ്യങ്ങളും അവർക്കെതിരായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ എനിക്കിവിടെ ഒരു വലിയ വിഷയം ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണും. യോന എന്ന് പറയുന്ന പ്രവാചകൻ അൺവില്ലിങ് പ്രവാചകൻ. കർത്താവ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയ പാർട്ടി, അതാണ് യോന. അനുസരണക്കേട്. കർത്താവ് പറഞ്ഞതിന് നേരെ 180 ഡിഗ്രി അല്ലേ, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ, നിനവയിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ നേരെ തർശീഷിലേക്ക് കപ്പൽ കയറി പോയ മനുഷ്യൻ. നീ അവിടെ ചെന്ന് പ്രസംഗിക്കത്തില്ല, പ്രസംഗിച്ചാൽ ഇവർ മാനസാന്തരപ്പെടും, ഞാൻ പ്രസംഗിക്കത്തില്ല. ഇത്ര ഔട്ട്റൈറ്റ്ലി അനുസരണക്കേട് കാണിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത്ര ഔട്ട്റൈറ്റ്ലി. ചില പിള്ളേരെ കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നത്, ആ ടൈപ്സിനെ കണ്ടിട്ടുണ്ടോ? കറക്റ്റ് ദൈവത്തിന്റെ പ്രവാചകൻ യോന ഇതാ ചെയ്തത്. അപ്പം ദൈവത്തിന്റെ സോവറിനിറ്റി, പരമാധികാരത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുന്ന ഈ യോന പ്രവാചകനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? അനുസരണം കെട്ട നമ്മുടെ അവസ്ഥ, അതായത് എൻ്റെ അനുസരണക്കേട്, ദൈവത്തോട് ഞാൻ കാണിച്ച അനുസരണക്കേടിന് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ?
പറ്റൂ എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറയാം. അനുസരണക്കേട് കാണിച്ച് തർശീശിലേക്ക് പോയപ്പോൾ വലിയ കൊടുങ്കാറ്റ്, കപ്പൽ മറിയാൻ സമയമായി. അപ്പോൾ യോന പറഞ്ഞു, എന്നെ എടുത്തിട്ട് അങ്ങ് വെള്ളത്തിലോട്ട് കയറി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കർത്താവ് എന്നെ വെള്ളത്തിലോട്ട് എറിയാൻ പറഞ്ഞപ്പോൾ ആ എറിഞ്ഞ സമയവും മത്സ്യത്തിന്റെ വാ തുറന്നതും, എവിടോ നിന്ന മത്സ്യം ആ സമയത്ത് കട്ടിലിന്റെ ആ പൊസിഷനിൽ വന്ന് നിൽക്കണമെങ്കിൽ ദൈവത്തിനല്ലാതെ ആർക്ക് ചെയ്യാൻ പറ്റും? ഇവരെറിയുന്ന സമയവും മത്സ്യം വന്ന ആ സമയത്ത് ഇങ്ങനെ വാ പൊളിച്ച് കറക്റ്റായിട്ട് നിൽക്കുക വിഴുങ്ങാൻ വേണ്ടി. ഈ ടൈമിങ് കറക്റ്റായിട്ട് നടത്താൻ ആർക്ക് പറ്റും? കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. ശരി, മത്സ്യം വിഴുങ്ങി, അകത്ത് കിടന്ന് നിലവിളിച്ചു. 3 രാവും 3 പകലും മത്സ്യം ഛർദ്ദിച്ചു. യോനെ, നിന്റെ അനുസരണക്കേട് ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുമോ? എങ്ങനെയാ തീരുന്നതെന്നറിയാമോ? അവസാനം യേശു കർത്താവ് പറയാ, ഒരൊറ്റ അടയാളമേ ഉള്ളൂ. ആ അടയാളത്തിന് ദൈവം എടുത്ത് ഉപയോഗിച്ചത് യോനയുടെ അനുസരണക്കേട് എന്ന് പറയുന്ന ചൂണ്ടുപലകയെ. ഒന്ന് ഓർത്തു നോക്കിയേ. നിങ്ങൾക്ക് മനസ്സിലായോ ഗോഡ് സോവറിൻ പ്ലാൻ? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ദൈവത്തിന്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേന്ന്. കാരണം ഒരു പ്രവാചകന്റെ അനുസരണക്കേടിനെ യേശുക്രിസ്തു എന്ന് പറയുന്ന വലിയ അടയാളത്തിന്റെ ചൂണ്ട് പലകയാക്കി മാറ്റാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ, പ്രിയമുള്ളവർ, എന്താ അതിനകത്ത് അർത്ഥം എന്നറിയോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പല സമയത്തായിട്ട് നമ്മൾ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, അല്ലേ? ഇല്ലയോ? ഞാൻ ഇന്നലെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ചെന്ന് പറഞ്ഞു, ഐ വാസ് എ ഫൂൾ. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ ഡിഡ് ഇറ്റ്. എടുക്കാൻ പാടില്ലാത്തവരെ എടുത്തു. ഒത്തിരി മിസ്റ്റേക്സ് എൻ്റെ ധൃതി കാരണം. എന്തുകൊണ്ടാണ്? എനിക്കിത് എവിടെയെങ്കിലും ചെയ്യണം, എങ്ങനെയെങ്കിലും ഈ ശുശ്രൂഷ മുന്നോട്ട്, എൻ്റെ സ്വന്തം ആഗ്രഹത്തിൽ മണ്ടത്തരം ഞാൻ കാണിച്ചു. മൈ ഫൂളിഷ്നെസ്, എൻ്റെ മണ്ടത്തരം. അപ്പം ഞാൻ കർത്താവിനോട് പറയാം, കർത്താവെ, ഇച്ചിരി ഒന്ന് സ്ലോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ, അത് ചെയ്യാതിരുന്നെങ്കിൽ എത്രയോ എത്രയോ ബെറ്റർ ആയിരുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി 11 മണിക്ക് ഞാനിരുന്ന് യോനയുടെ ഭാഗം എഴുതുക. അപ്പം കർത്താവ് പറഞ്ഞു, നീ ചെയ്തത് മണ്ടത്തരമാണ്, നോ ഡൗട്ട്. പക്ഷെ നിന്റെ മണ്ടത്തരത്തെ പോലും എൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ പരമാധികാരിയായ ദൈവം. ഐ ആം എ സോവറിൻ ഗോഡ്. മണ്ടത്തരം ക്ഷമ ചോദിച്ചു. കർത്താവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് ക്ഷമ ചോദിച്ചു. കർത്താവ്, എൻ്റെ ധൃതി, എൻ്റെ ഈ സെൽഫ് ആംബിഷൻ, അതുകൊണ്ട് ഒത്തിരി മണ്ടത്തരം ഞാൻ കാണിച്ചു. ഇപ്പോൾ പക്വതയൊക്കെ പയ്യെ വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ അടുത്ത മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത്. പക്വതയുള്ള മണ്ടത്തരങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഓടാനുള്ള ധൃതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പക്ഷെങ്കിൽ യോനാ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മണ്ടത്തരങ്ങളെ പോലും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പരമാധികാരം, അതിനായിട്ട് ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യണം. എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കണമെന്നോ അനുസരണക്കേട് കാണിക്കണമെന്നല്ല ഞാനീ പറഞ്ഞത്. പക്ഷെ കാണിച്ചത് പോലും ദൈവം തൻ്റെ മഹത്വത്തിനും നമ്മുടെ നന്മയ്ക്കുമായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവകൃപയുടെ അളവിൻ്റെ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവസാനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 43 മുതൽ 45 വരെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പറയാണ്, ഇതിൻ്റെ ഈ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഈ പിശാച് ദൈവത്തോട് മറുതലിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വലിയൊരു വിപത്തെന്ന് പറഞ്ഞാൽ, പിന്നെ റെസ്ലെസ്സാ. ഇവര് ഫുൾ ടൈം റെസ്ലെസ്സാ. ഇവർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ശരീരത്തിനകത്ത് കയറി അവരുടെ അകത്ത് താമസമാക്കി ബുദ്ധിമുട്ടിക്കുക. ദേ ആർ റെസ്ലെസ് സ്പിരിറ്റ്സ്. അവർക്ക് വിശ്രമമില്ല. അപ്പോൾ ഈ ഒത്തിരി വിശ്രമമില്ലാത്തവരെ കാണുമ്പോൾ, റെസ്ലെസ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഓർത്തോണം, ഇതിനകത്ത് വ്യാപരിക്കുന്ന സാധനം വേറെയാണെന്നുള്ളത് ഓർത്തോണം കേട്ടോ. ചിലർക്കാണെങ്കിൽ അങ്ങോട്ട്
ഒട്ടുമില്ല, നമുക്ക് പറ്റത്തില്ല. അങ്ങോട്ട് പറ്റത്തില്ല, ഇങ്ങോട്ട് പോയി, അവിടെ ചെന്ന പ്രശ്നം, ഇവിടെ ചെന്ന പ്രശ്നം, അവരെ കണ്ട പ്രശ്നം, ഇവിടെ പ്രശ്നം. അപ്പോൾ ഓർത്തോണം ഏത് ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കണം. അപ്പോൾ കർത്താവ് പറയാ, ചിലതിനെയൊക്കെ നമ്മൾ അടിച്ച് പുറത്ത് കളയും, എന്നിട്ട് പിന്നെ എല്ലാം അടിച്ച് വാരി നീറ്റ് ആൻഡ് ക്ലീൻ, പക്ഷേ എംറ്റിയാ. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം അടിച്ചു വാരിയ പോലെ ഇരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നത്തെ അവസ്ഥ ആദ്യത്തെക്കാട്ടിലും ബുദ്ധിമുട്ടായി തീരും. അതിൻ്റെ ലെസൺ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ക്ലീൻ ആക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെങ്കിൽ ഇതിനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ ഇങ്ങനത്തെ ആത്മാക്കൾ, അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവെന്ന അച്ചാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ എൻ്റെ സ്വഭാവങ്ങളൊക്കെ വെടിപ്പാക്കി എന്ന് പറയുന്നതല്ല, അത് വേണം, ഇല്ലെന്നല്ല. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല തീരുമാനങ്ങൾ എടുത്തു, ഓൾ ഗുഡ്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്ത് വരണം. കാരണം പിശാചിനുണ്ടല്ലോ ഈ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നതിലൊന്നും പിശാചിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ നന്നാക്കാൻ തീരുമാനിച്ചു, അതൊക്കെ പിശാചിന് ഇഷ്ടമാണ്, അതൊന്നും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിനാൽ അകം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ആക്സസ് ഇല്ല, പിന്നെ എങ്ങനെ കയറും? അതുകൊണ്ട് ആരാണ്ട് പറഞ്ഞ, വെൻ ദ ഡെവിൾ നോക്സ് അറ്റ് ദ ഡോർ ലെറ്റ് ജീസസ് ഓപ്പൺ ദ ഡോർ ഫോർ യു. യുനോ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെട്ടവരായിരിക്കണം. അപ്പൊ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. അയ്യോ, ഇവരിങ്ങനെ അക്രമം വരുമോ, അങ്ങനെ വരുമോ, ഇങ്ങനെ വരുമോ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ കോപ്പൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതം നിറയപ്പെടണം പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ അവന് നമ്മളെ ഒന്നും തൊടുവാൻ സാധിക്കത്തില്ല. അവസാനം വേറെ വിഷയം, ഈ വിഷയങ്ങളെല്ലാം പല വിഷയങ്ങളല്ലേ, തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലാത്ത വിഷയം, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവസാനം മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 46 മുതൽ 50 വരെ, അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പറഞ്ഞത് പുറത്തു നിന്നു ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മ ആർ എന്ന് എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരോട് നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെല്ലാം എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, യേശുക്രിസ്തുവിന് സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് വേറെ സഹോദരന്മാരില്ലായിരുന്നു എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. യേശുക്രിസ്തുവിന് സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ടെന്ന് യേശുക്രിസ്തുവിനോട് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് എന്നാ? എൻ്റെ സഹോദരങ്ങൾ ആരാ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരല്ല എൻ്റെ സഹോദരന്മാർ. അപ്പോൾ എന്നെയും നിങ്ങളെയും തൻ്റെ സഹോദരൻ എന്ന് അല്ലെങ്കിൽ സഹോദരി എന്ന് എണ്ണുവാൻ കർത്താവ് മടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ദ ലോർഡ് ഇസ് നോട്ട് അഷെയിംഡ് ടു കോൾ മീ ഹിസ് ബ്രദർ. അല്ലേ? ഒരു പക്ഷെങ്കിൽ ഞാൻ യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്നെ തന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ എനിക്ക് പ്രയാസം വന്നേനെ. കാരണം എൻ്റെ നിലവാരത്തിനൊത്തല്ല എൻ്റെ പെരുമാറ്റം. അല്ലേ? യേശുക്രിസ്തുവിൻ്റെ നിലവാരത്തിനും പറ്റിയതല്ല എൻ്റെ ജീവിതം. എന്നാൽ അവൻ നമ്മളെ സഹോദരൻ, സഹോദരി, അമ്മ എന്ന് വിളിക്കാൻ മടിക്കുന്നില്ല. പക്ഷെങ്കിൽ അത് ആകണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം നാം ചെയ്യണം. വി ഹാവ് ടു ഡു ദ വിൽ ഓഫ് ദ ഫാദർ. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ പാഠങ്ങൾ, കർത്താവ് പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഒന്ന്, കർത്താവിൻ്റെ അമ്മയും അപ്പനും സഹോദരി ആകണമെങ്കിൽ കർത്താവിൻ്റെ ഹിതം ചെയ്യണം. 2, ബലവാന്റെ കോപ്പൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദർ ഷുഡ് നോട്ട് ബി എനിത്തിങ് ഓഫ് ദി എനിമി ഇൻ അവർ ലൈഫ്സ്. കാരണം അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അതേ കയറി പിടിക്കും. നമ്മൾ പാടില്ല, ബലവാനെ പിടിച്ച് കെട്ടണം നമ്മൾ. 3, ഒരു ഭവനം തന്നിൽ തന്നെ ഛിദ്രിച്ചു പോകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ആലയങ്ങളിൽ ഐക്യത നിലനിർത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു വലിയ പാഠം. 4, എൻ്റെ മണ്ടത്തരങ്ങളെയും എൻ്റെ ബലഹീനതകളെയും പോലും ദൈവം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തുവാനുള്ള ചൂണ്ട് പലികകളാക്കുവാൻ ദൈവം പരമാധികാരിയാണെന്നുള്ളത് നാം മനസ്സിലാക്കും. 5, അടയാളവും അടയാളങ്ങളുടെ പിറകിൽ പോകുന്നത് ഏത് തലമുറയാണ്? ദുഷ്ടത നിറഞ്ഞ തലമുറയാണ്. നമുക്ക് ഏറ്റവും വലിയ അടയാളം കർത്താവ് തന്നു. കർത്താവിൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ അടക്കം, അവൻ്റെ 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പ്. അതിൽ വലിയൊരു അത്ഭുതമില്ല പ്രിയമുള്ള. അതിൻ്റെ മുകളിൽ ഒരു അടയാളമില്ല. വിശ്വസിക്കാനും നിത്യജീവൻ പ്രാപിപ്പാനും അതിൻ്റെ അപ്പുറം ഒരു അടയാളം നമുക്ക്
വേണ്ട. അതുകൊണ്ട് ഇന്ന് ഈ ഒരു വലിയ ഒരു ഭാഗത്തിന്റെ പല വിഷയങ്ങളിലും വിശ്വാസികളായ നമുക്ക് എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബലവാന്റെ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല. കയ്പ്, വിദ്വേഷം, അധർമ്മങ്ങൾ, ചില ശീലങ്ങൾ, ഇതൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല. കർത്താവെ, അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ബലവാനെ കെട്ടുവാൻ ഞങ്ങൾക്ക് ശക്തി അങ്ങ് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത് നമ്മൾ മനസ്സിലായി. 2, ഒരുപക്ഷെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പരാജയങ്ങൾ നിമിത്തം മുഷിഞ്ഞു പോയ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് വലിയൊരു ശുശ്രൂഷ വെച്ചിരുന്നു, പക്ഷെങ്കിൽ ജീവിതത്തിൽ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് പറയുക, നിന്റെ ബലഹീനതയെ പോലും എൻ്റെ മഹത്വത്തിനായി ഞാൻ എടുത്തുപയോഗിക്കും. കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക പ്രിയമുള്ളവരെ. അവസാനമായി, കർത്താവിൻ്റെ സഹോദരൻ സഹോദരി എന്നുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആകെക്കൂടെ ചെയ്യേണ്ടത് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി നാം തീരുകയാണ്. വി ആർ പാർട്ട് ഓഫ് ഗോഡ്സ് ഫാമിലി. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് നിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഞങ്ങൾ വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾ പഠിച്ചു. ബലവാന്റെ കോപ്പൊന്നും ഞങ്ങളുടെ കയ്യിൽ കർത്താവെ കൊണ്ടു നടക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. എടുത്തു ദൂരെ കളയുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണം. അത് വെച്ച് പൊറുപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. ചില കഠിനമായ തീരുമാനങ്ങൾ ഇന്ന് രാവിലെ എടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിന്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ ഹിതത്തിന്റെ പുറത്തൊന്നും ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പാ കർത്താവെ, കൃപ തരണം. കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകൾ പോലും അടയാളങ്ങളാക്കി മാറ്റുവാൻ അങ്ങ് പരമാധികാരിയായ കരുണയുള്ള ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ വചനത്തിലൂടെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.